പെരുന്നാൾ ദിന സന്ദേശത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ച് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി അന്യായമായി ആരെയെങ്കിലും വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ പേരെയും വധിച്ചതിന് തുല്യമാണ്. ഭീകരാക്രമണം കൊണ്ട് മതപരമായി ആരെയും ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്ന് പാളയം ഇമാം പറഞ്ഞു. നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി. മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയ ഒരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അതിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും. വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീംകോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് ആശ്വാസം നൽകുന്നതാണെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് നിയമപരമായ പോരാട്ടം തുടരണമെന്നും ഇമാം പറഞ്ഞു. സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളുമെല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. അതിനാൽ തന്നെ ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. ഗസയിൽ പലസ്തീൻ ജനത അനുഭവിക്കുന്നത് ദയനീയ സാഹചര്യമെന്ന് വി.പി. സുഹൈബ് മൗലവി പറഞ്ഞു. പട്ടിണിക്കിട്ടുള്ള ക്രൂരതയാണ് നടക്കുന്നതെന്നും പാളയം ഇമാം പറഞ്ഞു. നമ്മുടെ പലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റ് കാഭാലികർ പലസ്തീനികളെ ഗസാനിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സന്ദേശമാണല്ലോ. അനുജ, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പാളയം ഇമാം നേരത്തെ മുൻകാലങ്ങളിലും ബലിപ്പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ സന്ദേശത്തിൽ വളരെ സോഷ്യൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അതീവ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാമിൻ്റെ നിലപാടെന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും 3 വിഷയങ്ങളാണ്. ഒന്ന് പെഹൽഗാം ഭീകരാക്രമണം, മറ്റൊന്ന് വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചുള്ള കാര്യം, മറ്റേത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചുള്ള ഫലസ്തീൻ ഗസ വിഷയം. അങ്ങനെ 3 വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഇസ്ലാമിൻ്റെ നിലപാട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പെരുന്നാൾ ദിന സന്ദേശം സമാധാനത്തിലും സ്നേഹത്തിലും ഊന്നി അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പെഹൽഗാം ആക്രമണം വളരെ പൈശാചികമായ ആക്രമണമാണ്. പക്ഷേ ഈ ആക്രമണത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ചില നീക്കത്തെ ജാഗ്രതയോടുകൂടി കാണണം. ഒരാൾ അന്യായമായി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അത് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നത് പോലെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും ബലിപ്പെരുന്നാൾ ദിനത്തിൽ അന്നുണ്ടായ ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയാണ്. കശ്മീർ ആക്രമണം വളരെ ക്രൂരമായ ഒരു നിന്ദ്യമായിരുന്നു അന്നുണ്ടായത്, അന്നടക്കമുള്ള കാര്യം. അതുകൊണ്ട് ഈ ദിവസം മരണപ്പെട്ടവരുടെ കൂടെയാണ്, അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം ചേരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മതം എപ്പോഴും ഐക്യത്തിൻ്റെ രൂപമാണ്. മതം കൊണ്ട് അല്ലെങ്കിൽ ഭീകരാക്രമണം കൊണ്ട് മതത്തെ ഭിന്നിപ്പിക്കാൻ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. ലോക സമാധാനം തന്നെയാണ് എപ്പോഴും വലുത്. ഒപ്പം തന്നെ വഖഫ് ഭേദഗതി ബില്ലിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഇടക്കാല ഉത്തരവുകൾ വലിയ ആശ്വാസം പകരുന്നതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. വരുന്ന ദിവസങ്ങളിലും അതിനെ സംബന്ധിച്ചുള്ള പോരാട്ടം തുടരണം. ഒപ്പം തന്നെ പലസ്തീൻ ഗസയിലെ മനുഷ്യരനുഭവിക്കുന്ന ദയനീയമായ സാഹചര്യം ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് അവർക്ക് മുന്നിൽ മൗനം പാലിക്കുന്നു, അറബ് രാഷ്ട്രങ്ങളടക്കം മൗനം പാലിക്കുന്നു. ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ പേരിൽ പലസ്തീനികളെ ഇസ്രയേലുകാർ ക്രൂരമായി കൊല ചെയ്യുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും സ്നേഹത്തിലും സമാധാനത്തിലും മുന്നിലുള്ള സന്ദേശം നൽകി അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ദിന സന്ദേശം ഇന്ന് അവസാനിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിന സന്ദേശം. വിവിധ വിഷയങ്ങൾ പരാമർശിച്ച് പാളയം ഇമാമിന്റെ പെരുന്നാൾ സന്ദേശം.